അവരിരുവരും കളി വിജയിപ്പിക്കാൻ പോകുന്ന ഒരു ഇന്നിംഗ്സ് കളിക്കുമെന്ന് തോന്നിച്ചെടുത്താണ് വിരാട് കോഹ്ലിയുടെ മികച്ച ഒരു റൺഔട്ട് ശശാങ്ക് സിംഗിന്. ആ ഒരു ത്രോ അതാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഹായ്, നമസ്കാരം. IPL വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്രയും പെട്ടെന്ന് ചെയ്യുക. ഇന്നത്തെ മത്സരം പഞ്ചാബും RCBയും തമ്മിലായിരുന്നു. ടോസ് ലഭിച്ച പഞ്ചാബ് RCBയെ ബാറ്റിംഗിന് അയക്കുന്നു. RCBക്ക് വേണ്ടി കോഹ്ലി നല്ലൊരു തുടക്കമാണ് നൽകുന്നത്. എന്നാൽ ക്യാപ്റ്റൻ ഡുപ്ലിസിസിന് പെട്ടെന്ന് നഷ്ടമാകുന്നു. അതുപോലെ തന്നെ വിൽ ജാക്സന്റെ വിക്കറ്റും RCBക്ക് പെട്ടെന്ന് നഷ്ടമാകുന്നു. അവിടുന്ന് അങ്ങോട്ട് പടിത്തറും കോഹ്ലിയും കൂടി മികച്ച ഒരു പാർട്ണർഷിപ്പിലൂടെ RCBക്ക് നല്ലൊരു സ്കോർ, ഒരു 10 ഓവർ കഴിയുമ്പോഴേക്ക് 120 എന്ന സ്കോറിലേക്ക് എത്തുന്നു RCB. പടിത്തർ ഔട്ടായതിന് ശേഷം കോഹ്ലി ടോപ്പ് ഗിയറിലേക്ക് മാറുന്നു. അദ്ദേഹം ഗ്രീനെ കൂട്ടുപിടിച്ചുകൊണ്ട് നല്ലൊരു പാർട്ണർഷിപ്പ് വീണ്ടും പടുത്തുയർത്തുന്നു. കോഹ്ലി സെഞ്ചുറി അർഹിച്ചതായിരുന്നു, പക്ഷേ 92-ൽ അദ്ദേഹം ഔട്ടായി. ഗ്രീൻ 46 റൺസ് എടുത്തു. അവസാന നിമിഷത്തിൽ വന്ന ദിനേശ് കാർത്തിക് 7 പന്തിൽ 18 റൺസ് എടുത്തു. ടോട്ടൽ 241 എന്ന സ്കോർ പഞ്ചാബിന് മുന്നിലേക്ക് വെക്കാൻ RCBക്ക് കഴിഞ്ഞു. എങ്കിൽ പോലും അവസാനത്തെ ഓവറിൽ RCBക്ക് കാര്യമായി സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. 3 വിക്കറ്റ് നഷ്ടമാക്കി 3 റൺസ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. 242 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന്റെ തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി. പിന്നീട് അവിടുന്ന് റിസോവും ബയർസ്റ്റോവും തമ്മിൽ ഒരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തി പഞ്ചാബിനെ നല്ലൊരു സ്കോറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ബയർസ്റ്റോവിന് വിക്കറ്റ് നഷ്ടമാകുന്നത്. തുടക്കത്തിൽ തന്നെ റിസോവിനെ ഔട്ടാക്കാനുള്ള സുവർണാവസരം ക്യാച്ച് വിട്ടുകളഞ്ഞിരുന്നു RCB ഫീൽഡർ ഡംറോർ. പക്ഷേ അതിന് കനത്ത വില നൽകേണ്ടിയും വന്നു. അദ്ദേഹം 61 റൺസ് എടുത്ത് ടോപ്പ് സ്കോററായി. ബാർസ്റ്റോ ഔട്ടായതിനു ശേഷം വന്ന ശശാങ്കുമായി റിസോവും മികച്ചൊരു പാർട്ണർഷിപ്പ് പടുത്തുയർത്തി പഞ്ചാബിന്. ഇവരിരുവരും കളി വിജയിപ്പിക്കാൻ പോകുന്ന ഒരു ഇന്നിംഗ്സ് കളിക്കുമെന്ന് തോന്നിച്ചെടുത്താണ് വിരാട് കോഹ്ലിയുടെ മികച്ച ഒരു റൺഔട്ട് ശശാങ്ക് സിംഗിന്. ആ ഒരു ത്രോ അതാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 19 പന്തിൽ അദ്ദേഹം 37 റൺസ് എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ റൺഔട്ടോടുകൂടി പിന്നീട് വന്നവർക്ക് ആർക്കും തന്നെ പഞ്ചാബിന് വേണ്ടി സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതോടെ പഞ്ചാബ് പരാജയം ഉറപ്പിച്ചു. പ്ലേ ഓഫിന്റെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പ്രകടനം തന്നെയാണ് തുടരെ RCB നടത്തിക്കൊണ്ടിരിക്കുന്നത്. 4 കളികളാണ് തുടരെ വിജയിച്ചിരിക്കുന്നത്. ഇനി 2 കളികൾ കൂടി വിജയിച്ചാൽ മാത്രമേ ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയൂ. ബാക്കി റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക.